Hey guys, welcome to Market Analysis video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും വീക്ക്ലി അനാലിസിസ് ആണ്. സോ നമുക്ക് കഴിഞ്ഞ വീക്കിൽ സംഭവിച്ച കാര്യങ്ങളും അതുപോലെ അടുത്ത വീക്കിലേക്ക് എന്തൊക്കെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ തുടങ്ങിയ ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രേഡിംഗിൽ അത് ഒരുപാട് ഉപകാരപ്പെടും. നമുക്ക് ചാർട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇപ്പോൾ ചാർട്ടിലെ അവസ്ഥകൾ, വീക്കിലിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഡെയിലിയിൽ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചാർട്ടുമായിട്ട് ഒരു നല്ലൊരു ഇന്റിമസി ഉണ്ടാവും. ചാർട്ടിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരം കിട്ടുന്ന വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് വീഡിയോ കാണുക. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ വീക്കിൽ നോക്കാം. കഴിഞ്ഞ വീക്കിൽ ഫസ്റ്റ് ഒരു സെല്ലിങ് നമ്മുടെ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് നിഫ്റ്റിയിലാണെങ്കിൽ 26,000 ഒക്കെ കടന്ന്, ബാങ്ക് നിഫ്റ്റിയിൽ 54,000 കടന്ന് ഒരു ബ്രേക്ക്ഔട്ട് ഒക്കെ തന്നിട്ട് അവിടെ നിന്ന് നല്ലൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ഉണ്ടായത്. സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ വാർ സ്റ്റാർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ FII സെല്ലിങ്ങും തുടങ്ങി. ഈ 3 റീസണാണ് മെയിൻലി പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു വീക്ക്നെസ് കാണാനുള്ളത്. ഒന്നാമത്തത് ഫസ്റ്റ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യും, പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ വാർ സ്റ്റാർട്ട് ചെയ്യുകയും അതുപോലെ FII സെല്ലിങ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം സെബിയുടെ കുറച്ച് FNO റൂൾസ് വന്നിരുന്നു. അതിനുശേഷമാണ് ഹെവി ആയിട്ട് സെല്ലിങ് തുടങ്ങിയത്. സോ ഈ ഒരു 3 കാരണം കൊണ്ട് തന്നെ ഓയിൽ പ്രൈസ്, ഈ വാറിന്റെ പ്രധാനപ്പെട്ട കാരണം ഓയിൽ പ്രൈസ് ഇൻക്രീസ് ആയി ഷാർപ്ലി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെയുള്ള റീസൺ കൊണ്ട് തന്നെ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ലോസ് ഉണ്ടായി 4.4% ആണ് നിഫ്റ്റി ഫോൾ ആയത്. അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഇൻഡെക്സ് FMCG, അതിൽ മെറ്റൽ ഇൻഡെക്സ് മാത്രമാണ് കുറച്ചും കൂടി സ്ട്രെങ്ത് കാണിച്ചത്. ബാക്കിയൊക്കെ FMCG ആയാലും അതുപോലെ ഫാർമ സെക്ടർ ആയാലും ഓട്ടോ സെക്ടർ ആയാലും എല്ലാ സെക്ടറും, IT കുറച്ചും കൂടി അത്ര വലിയ ഫോൾ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള സെക്ടേഴ്സിനൊക്കെ നല്ലൊരു ഫോൾ ആണ് കാണാൻ പറ്റിയത്. എനിവേ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലും നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീക്കിൽ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ വെൽക്കം ടു വീക്ക്ലി അനാലിസിസ് വീഡിയോ. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും വീക്ക്ലി ചാർട്ടാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ക്യാൻഡിലിന്റെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന്. എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇത് ശരിക്കും 2022 ജൂണിന് ശേഷം ഉണ്ടായ വീക്കിലിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാൾ ആയിട്ടാണ് ഈ ഒരു ഫാളിനെ കാണാൻ പറ്റുന്നത്. അതായത് 2 വർഷം മുമ്പുണ്ടായ ഒരു വീക്കിലി ഫാളിന്റെ ശേഷം ഇത്രയും നല്ലൊരു ഫാൾ ഉണ്ടായിട്ടില്ല. സോ അത്രയും നല്ലൊരു വീക്കിലി ഫാളാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയും മാർക്കറ്റിൽ അടുത്ത വീക്കിൽ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നാണ് വീക്ക്ലി ക്യാൻഡിലിന്റെ നമ്മൾ വീക്ക്ലി ക്യാൻഡിൽ മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് അതിന്റെ ഈ FII സെല്ലിംഗ് ആയാലും അതുപോലെ തന്നെ വാറിന്റെ ടെൻഷനും അതൊന്നും ഇതുവരെ മാറിയിട്ടില്ല. സോ അതൊക്കെ കൊണ്ട് തന്നെ ഒരു സെല്ലിംഗ് കൂടി തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇൻ കേസ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ നമ്മളെപ്പോഴും ഒരു അപ്സൈഡ് പോവാണ്. ഇൻ കേസ് നിഫ്റ്റിയൊക്കെ ഒരു അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻ, ഒന്നെങ്കിൽ ബൈ ഓൺ ഡിപ്പ്, അതായത് ഡിപ്പ് വാങ്ങും, അല്ലെങ്കിൽ സെൽ ഓൺ റൈസ്. അതായത് നിഫ്റ്റി ഇപ്പം സെൽ ചെയ്തുകൊണ്ടിരിക്കുക. നിഫ്റ്റിയുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു ബെയറിഷ് കണ്ടീഷനാണ്. ഇൻ കേസ് മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് ഒക്കെ തരികയാണ്, ചെറിയൊരു ബൈയിങ് മൂവ്മെന്റ് തരികയാണെങ്കിൽ അവിടെ നിന്ന് ഒരു റിവേഴ്സൽ കാണുമ്പോൾ സെല് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ്. ഇനി നമുക്ക് 1 വീക്കിലേക്കുള്ള ഏറ്റവും നല്ല ഒരു ട്രേഡിംഗ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അടുത്ത വീക്കിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ RBIയുടെ പോളിസി, അതായത് RBI റേറ്റ് കട്ട്. US റേറ്റ് കട്ട് ഉണ്ടതിന് പിറകെ ഇന്ത്യയിലും അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇനി അത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷനും വളരെ ഇതാണ്, ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റേറ്റ് കട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ എനിവേ അവരുടെ ഈ വീക്കില് RBIയുടെ അത് വരാനുണ്ട്.
അതുപോലെ തന്നെ ഈ വീക്കിലെ പ്രധാനപ്പെട്ട കാര്യം Q2 നമ്മുടെ കമ്പനീസുകളുടെ റിസൾട്ട് ഒക്കെ വരുന്നുണ്ട്. സോ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് കൂടിയാണ് ഈ അടുത്ത വീക്കിലേക്ക്. സോ നമുക്ക് ആ കമ്പനികളുടെ റിസൾട്ടിനനുസരിച്ച്, അതായത് നല്ല റിസൾട്ട് ഒക്കെ തരികയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ കാണും. പക്ഷേ ഈ വീക്കിലല്ല, അടുത്ത വീക്കിലും കൂടിയാണ് മേജർ കമ്പനീസ് ഒക്കെ റിസൾട്ട് ഇതാക്കുന്നുള്ളത്. സോ US ഇൻഫ്ലേഷൻ ഡേറ്റ് ഈ വീക്കിൽ നമുക്ക് വരാനുണ്ട്. അതിന്റെ ഇമ്പാക്ട് കൂടി മാർക്കറ്റിൽ ഉണ്ടാവും. പിന്നെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് എക്സിറ്റ് പോൾ റിസൾട്ട്. കഴിഞ്ഞ അടുത്ത 2 സ്റ്റേറ്റിലേക്ക്, അതായത് ഹരിയാനയും കാശ്മീരിലേക്കുള്ള എക്സിറ്റ് പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ അത് മാർക്കറ്റിനെ എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയായിരിക്കും അത് മാർക്കറ്റിന് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. കാരണം എപ്പോഴും റൂളിംഗ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വരുമ്പോൾ, ഇൻ കേസ് ഇപ്പം എക്സിറ്റ് പോൾ പറയുന്നത് അവിടെ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം കിട്ടാനുള്ള പോസിബിലിറ്റി. സോ അത് നമ്മുടെ നിലവിലുള്ള ഭരിക്കുന്ന പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിന് അതൊരു നെഗറ്റീവായിട്ടാണ് ഇമ്പാക്ട്. സോ അങ്ങനെയാണെങ്കിൽ അതും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് അറിയില്ല, കാരണം ആകെ 2 സ്റ്റേറ്റല്ലേ ഉള്ളൂ. അപ്പോൾ അത് കൂടി നമ്മൾ മനസ്സിലാക്കുക. റിസൾട്ട് വരുന്ന അന്നും നാളത്തെ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യാൻ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. സോ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ. ഇനി നമുക്ക് ഡെയിലി നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട്, സോ ഡെയിലി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,800 എന്നുള്ള അവിടെ ഒരു ഡെയിലി ഒരു സ്വിംഗ് ലോ ഉണ്ട്. സോ എനിവേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ലെവൽസ് എന്ന് പറയുന്നത് 25,000 തന്നെയാണ്. ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അബോവ് 25,000 തന്നെയാണ് നിഫ്റ്റിയിൽ. ഇനി അതും കൂടി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ലോവർ സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെയിലി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സ്വിംഗ് ലോ ആണ്. ഇതും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും മാർക്കറ്റ് നല്ലൊരു ഷാർപ്പ് സെല്ലിങ് തരാനുള്ള ഒരു പോസിറ്റീവ്. അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനിയിപ്പം 25,000 ഡൗൺ സൈഡ് നമുക്ക് നോക്കാനുള്ളത് 25,000 ബ്രേക്ക് ചെയ്താൽ 24,750 വരെ നമുക്കൊരു ഫാൾ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇവിടുന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ റിവേഴ്സ് ആയിട്ട് അപ്സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള ഈ ഒരു ലെവൽസിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. കാരണം ഇതൊരു സ്വിംഗ് ഹൈ ആയിട്ട് ഡെയിലി ക്യാൻഡിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യാണ്. സോ അപ്സൈഡ് നമുക്ക് നോക്കാനുള്ളത് 25,336 എന്ന ലെവൽസ് ആണ് ഡെയിലിയിൽ. ഡൗൺ സൈഡ് പോവുകയാണെങ്കിൽ 24,750 എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ്. സോ നമുക്ക് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ വരച്ചിരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫാളിന് എക്സ്പെക്ടേഷൻ. കാരണം ഇത് കുറെ സപ്പോർട്ട് എടുത്തൊരു ട്രെൻഡ് ലൈൻ ആണ്. സോ അത് ഓൾമോസ്റ്റ് മാർക്കറ്റ് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു 48,000 ഒക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് മെയിൻലി അവിടെ തന്നെയാണ്, ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെയാണ് 15,000 എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലും വരുന്നത്. സോ ഇത് രണ്ടാണ് ഡെയിലി ക്യാൻഡിൽ നമുക്ക് നോക്കാനുള്ളത്. സോ വീക്കിലി നമുക്ക് ഇങ്ങനെയുള്ള ഒരു തോട്ട് നമുക്ക് ചാർട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ അടുത്ത വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീക്കിലെ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഓവറോൾ ഞാൻ പറഞ്ഞു വരുന്നത് മാർക്കറ്റിന്റെ കണ്ടീഷൻ നെഗറ്റീവാണ്. മാർക്കറ്റിൽ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് സെൽ ഓൺ റൈസ്, അതായത് മാർക്കറ്റിൽ ഒരു റിവേഴ്സ്, ചെറിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് സൈഡ് ഒക്കെ പോവുകയാണെങ്കിൽ അവിടുന്ന് ഒരു റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അതാണ് മാർക്കറ്റിൽ നമുക്ക് അടുത്ത വീക്കിലേക്കുള്ള കണ്ടീഷൻ. സോ അതുവരെ നമ്മൾ സെല്ലിംഗ് സൈഡ് തന്നെ ഫോക്കസ് ചെയ്യുക. ഒരു വീക്ക് കൂടി സെല്ലിംഗ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റിൽ കണ്ടീഷൻ അങ്ങനെയാണ്. ഓവറോൾ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയാലും FIA സെല്ലിംഗ് ആയാലും അങ്ങനെയുള്ള ഒരു ന്യൂസ് ബേസ്ഡ് ആയാലും ഒരു നെഗറ്റീവ് വീക്ക് തന്നെയാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇനി അടുത്ത വീക്കിന് ശേഷം, അതായത് നമ്മുടെ കോർപ്പറേറ്റ് റിസൾട്ട് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ RBIയുടെ പോളിസി, പിന്നെ US ഇൻഫ്ലേഷൻ, ആ ഒരു ഡാറ്റ കൂടി നിങ്ങൾ കളക്ട് ചെയ്യണം. ആ ഡാറ്റ കൂടി മാർക്കറ്റിന് ഇമ്പാക്ട് ചെയ്യും. സോ അതൊക്കെ പോസിറ്റീവായിട്ട് വരുമ്പോൾ മാർക്കറ്റ് ഒരു റിവേഴ്സൽ നമുക്ക് തരാൻ പറ്റും. സോ നമ്മൾ ഫോക്കസ് ചെയ്യുക സെല്ലിംഗ് സൈഡുള്ള ട്രേഡിനും. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റർ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പം നല്ലൊരു ലോങ് ടൈമിലേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡ് ചെയ്യുക. കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും ലോങ് ടൈമിലേക്ക്. പക്ഷെ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ഒക്കെ ആണെങ്കിൽ, ചെറിയൊരു ഷോർട്ട് ടൈമിലൊക്കെ ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഒരു പോയിന്റ്സ് ഒക്കെ അവിടെ
സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് എക്സിറ്റ് ചെയ്യുക. കാരണം മാർക്കറ്റിന്റെ കണ്ടീഷൻ ഇപ്പോൾ ഒരു ബിയറിഷ് മോഡിലേക്ക് വരുന്നുണ്ട്. ഇത് റിവേഴ്സൽ, അതായത് നമുക്ക് ഒരു റിവേഴ്സ് കൺഫേം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് എത്രത്തോളം വീഴുമെന്ന് അല്ലെങ്കിൽ എവിടുന്ന് റിവേഴ്സ് ആണെന്ന് മുൻകൂട്ടി ആർക്കൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റ് ചില സൂചനകൾ കാണിക്കും വീഴുന്നതിന് മുമ്പേയും അല്ലെങ്കിൽ റിവേഴ്സ് ആകുമ്പോഴൊക്കെ. അതനുസരിച്ച് മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. സോ വീക്ക്ലി അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.